എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കേൾക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണത്, നമുക്ക് ചിലർക്ക് ഭർത്താവിനെ ഭയങ്കര സംശയമായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയെ ഭയങ്കര സംശയരോഗികളായ ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ളവരാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെയുള്ള ഒരാളെ ഞാൻ കാണാനിടയായി. എൻ്റെ ഒരു അകന്ന ബന്ധു കൂടിയാണ്. അപ്പോൾ അവരുടെ ഇങ്ങനെ ഒരു സംസാരത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഒരു വഴക്കിനിടയ്ക്ക് എല്ലാവരും പോയപ്പോൾ ഞാനും അതിന് സാക്ഷിയാകേണ്ടി വന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് രണ്ടുപേർക്കും ഒരു കൗൺസിലിംഗ് കൊടുക്കണം എന്നാണ് തോന്നിയത്. അപ്പൊ അവിടെ നടന്ന കുറച്ച് സംഭവങ്ങൾ എനിക്ക് കോമഡി ആയിട്ടും തോന്നി. ശരിക്കും പറഞ്ഞാൽ ചിലരുടെ അവരത് അംഗീകരിക്കുന്നില്ല. ഓരോ വ്യക്തിയും അവരിൽ നടക്കുന്ന ചേഞ്ചസ് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത മാനസിക വൈകല്യത്തിലേക്ക് കിടക്കുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കണമെന്ന് എനിക്ക് അന്നേരം അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും പറ്റിയില്ല ആ കുട്ടിയെ. അപ്പൊ എന്താ ആക്ച്വലി നടന്നതെന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്കും കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ ചെന്നു. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഭാര്യ ഒരു രോഗിയാണ്. അപ്പൊ അവരുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ആ ഭാര്യയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ ഭർത്താവിന് അവരോടുള്ള സ്നേഹം കുറഞ്ഞു പോയോ എന്നൊക്കെയുള്ള ഒരു ആവലാതി. അതിന്റെ കൂട്ടത്തില് ഇതൊരു ഹൗസ് വൈഫാണ് ഭാര്യ. അപ്പം ആക്ച്വലി അവരുടെ ചുറ്റിനും അവരെ വലിയ അധികം വിദ്യാഭ്യാസം ഇല്ലാതെ ഒരു കൂട്ടം സ്ത്രീകളുടെ നടക്കാണ് അവര്. അപ്പം അവർക്കും വലിയ ഉന്നത വിദ്യാഭ്യാസമൊന്നുമില്ല. മീൻസ് അവരും വലിയ വിദ്യാഭ്യാസമോ ജോലിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരിയായ നാട്ടിൻപുറത്തുകാരി ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്നത് എന്തും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതുപോലെ ചുറ്റുവട്ടത്തുള്ളവരെല്ലാം ഈ പകൽ വീട്ടിലിരിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് ചെല്ലുകയും പല സാധനങ്ങൾ, ഇപ്പം നാട്ടുപുറത്തെ സ്ത്രീയാകുമ്പോൾ പരിയായി, മുളകായി, മല്ലിയൊക്കെ മേടിക്കാൻ ചെല്ലും. ഈ മേടിക്കാൻ ചെല്ലുന്ന സമയത്ത് ഇവരോട് നീ ഇങ്ങനെ, നിനക്ക് മേലല്ലേ, ഇങ്ങനെ സുഖവിവരങ്ങളൊക്കെ തിരക്കും. ആ തിരക്കുന്ന കൂട്ടത്തിൽ പറയും, നിന്റെ ഭർത്താവ് എന്തി? അപ്പൊ ഇതിങ്ങനെ ജോലിക്ക് പോയി. അവനിപ്പോ നിന്നോട് സ്നേഹമൊന്നും ഇല്ല അല്ലേ, അവന് ഞാൻ ഇന്നടത്ത് വെച്ച് കണ്ടായിരുന്നു, ഇന്ന സ്ത്രീയായിട്ട് അവർ ബന്ധമുണ്ട്, പിന്നെ എങ്ങനെയാ. അപ്പൊ ഭർത്താവിന്റെ രണ്ട് കുറ്റങ്ങൾ പറയും. അത് കേൾക്കുമ്പോഴത്തേക്കും ഇവരെന്ത് ചെയ്യും, ഇവര് ചോദിക്കാൻ വന്ന അരിയേക്ക് ഇപ്പം നാഴി അരി ചോദിച്ചവര് 2 നാഴി അരി കൊടുക്കും. എന്നിട്ട് കേൾക്കാൻ ഇൻട്രസ്റ്റ് ആവും. കാരണം ഭർത്താവിന്റെ വിവരങ്ങൾ അറിയാൻ ഇവർക്ക് വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു, ഇവർക്ക് ഈ പറഞ്ഞ ഭർത്താവിന് ഇവരോട് സ്നേഹമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഈ വന്ന വ്യക്തിക്ക് ഇവരുടെ കാര്യം നടക്കുകയും വേണം. ഇവരോട് വീണ്ടും ഒരു സൗഹൃദം സ്ഥാപിക്കണമെങ്കിൽ ആരുടെയെങ്കിലും കുറ്റം പറയാനുള്ളൂ. അപ്പൊ ഇവര് പറയും, അവൻ ഇങ്ങനെ അങ്ങനാന്നൊക്കെ കുറ്റം പറയുമ്പോൾ ഹസ്ബൻഡിന്റെ കുറ്റം മൊത്തം പറഞ്ഞു കേൾപ്പിക്കും. ഇവർക്ക് ആദ്യം കയറും. ഇവര് ഭയങ്കര ടെൻഷനാവും. അപ്പൊ എന്നിട്ട് ഇവർ രണ്ടുപേരുടെ എന്നും ഭയങ്കര വഴക്കാണ്. ഏതോ ഒരു സ്ത്രീയുടെ പേരും പറഞ്ഞ് ഈ വഴക്ക്. എന്നിട്ട് ഈ പറഞ്ഞ വ്യക്തിനെ അയാൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് ഇവര് വിളിച്ചു പറയും, എന്റെ ഭർത്താവിനെ അവിടെ കണ്ടു ഇവിടെ കണ്ടു. അപ്പൊ ഇവർക്ക് എന്താണ്, ഈ സൈഡിൽ കൂടെ പൈസയായിട്ടും മറ്റു വീട്ടു സാധനങ്ങളായിട്ടൊക്കെ സഹായം കിട്ടുന്നത് കൊണ്ട് ഇത് ആരാണ് പറയുന്നതെന്ന് ഭർത്താവ് ഒരു 100 വട്ടം ചോദിക്കും. നിന്നോടാരാ ഇങ്ങനത്തെ അനാവശ്യം പറയാം, എന്നാൽ ഇവര് പറയുകയില്ല. ഇവർ ചതിക്കപ്പെടുകയാണെന്ന് പോലും തിരിച്ചറിയാൻ ഇവർക്ക് കഴിയുന്നില്ല. പക്ഷെ ഇവർ മെന്റലി ഭയങ്കര ഡിപ്രസ്ഡ് ആവുകയാണ്. എന്നാൽ ഈ പറയുന്ന ഇവരെ ഇങ്ങനെ ഉപദേശിക്കുന്ന വ്യക്തികളെ ഇവർക്ക് അത് ഇവരുടെ നല്ലതിനല്ലെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇവർക്കില്ല. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കുറച്ച് മനുഷ്യരുണ്ട്. അവരുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി വഴക്കുണ്ടാക്കുക. അത് അവരുടെ ഒരു ഹോബിയാണ്. ശരിക്കും അവരാണ് ഏറ്റവും വലിയ സൈക്കോകൾ എന്ന് പറയുന്നത്. അത് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഭർത്താവിന്റെയോ ഫാമിലിയിൽ ആരുടെയെങ്കിലും കുറ്റം പറയാനായിട്ട് വരുന്ന ഒരു മനുഷ്യരെ നിങ്ങൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക. അവരെ നിങ്ങൾ പ്രത്യേകിച്ച് നോക്കിക്കോണം. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ വന്ന് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന വ്യക്തിക്ക് അത് പറഞ്ഞില്ലെങ്കിൽ ഒരു മനസമാധാനം ഉണ്ടാവത്തേയില്ല. അത് അങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിൽ ഒരുപാടുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒന്ന് പറയണം. ആരെങ്കിലും കാണുമ്പോൾ, നിന്റെ ഭർത്താവ് ചുമ്മാ ആണെങ്കിലും രസത്തിന് ചുമ്മാ എറിഞ്ഞു നോക്കും, നിന്റെ ഭർത്താവിനെ ഞാൻ അവിടെ കണ്ടായിരുന്നു, ഇവിടെ നിന്റെ ഭാര്യയെ ഞാൻ അവിടെ കണ്ടായിരുന്നു. വെറുതെ പറയുന്ന. ശരിക്കും ആക്ച്വലി ഇനി അവരുടെ ഭർത്താവ് അവിടെ എങ്ങനെ നിപ്പുണ്ടായിരുന്നെങ്കിൽ അന്ന് ആ മനുഷ്യന്റെ കഷ്ടകാലമായിരിക്കും. അങ്ങനെ ഈ കുത്തിത്തിരിപ്പുകാരെ സമൂഹത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. അങ്ങനെയുള്ളവരെ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഈ കൊച്ചിനോട് ഞാൻ സംസാരിച്ചു, എന്താ നിന്റെ ആക്ച്വൽ പ്രശ്നം, നിന്റെ ഹസ്ബൻഡിനോട് നിന്നോട് ഭയങ്കര സ്നേഹമാണ്, ഇങ്ങനെ ഈ പറയുന്ന വ്യക്തികളൊന്നും പറയുന്നത് ശരിയല്ല, ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇവര് ഒരു വൈകുന്നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് ഫാമിലി മെമ്പേഴ്സ് ഒക്കെയാണ്. അപ്പൊ ഇവരെ ഇങ്ങനെ വിളിച്ച് ഉപദേശിക്കുകയാണ്, നിന്നെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം, ഈ പറയുന്ന വ്യക്തികളൊന്നും അല്ല, നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നുള്ള അവരുടെ കണ്ണുകടിയും അസൂയം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പം ആ പുള്ളിക്കാരി പറഞ്ഞ ഡയലോഗ് എന്താണെന്നറിയോ, ഇതൊക്കെ നിങ്ങൾ എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതല്ല, ഈ മനുഷ്യൻ എന്നെ ചതിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, വെർബലി ഇങ്ങനെ പറയാതെ എന്തെങ്കിലും ഒരു തെളിവുണ്ടോ നിന്റെ ഭർത്താവ് നിന്നെ ചതിച്ചു എന്നുള്ളതിന്? അതൊന്നും ഇല്ല, ദൈവം എല്ലാം തെളിയിക്കും. ശരിക്കും പറഞ്ഞ തെളിവൊന്നുമില്ല. ദൈവം എന്തെങ്കിലും തെളിയിക്കുമെന്നും പറഞ്ഞ് ഒരു റീസണും ഇല്ലാതെ ഒരു പാവം മനുഷ്യനെ പുള്ളിക്കാരി അങ്ങ് സംശയിക്കുകയാണ്.
വീണ്ടും എല്ലാം സമാധാനിച്ച് പറഞ്ഞു. അപ്പൊ ഇതിനിടയ്ക്ക് ശരിക്കും എന്താ സംശയം, ഞാൻ ഈ പുള്ളിക്കാരിയുടെ ഭാവമാറ്റമാണ് ശ്രദ്ധിച്ചത്. ഒരേ നിമിഷം തന്നെ പുള്ളിക്കാരി ആ ഹസ്ബൻഡിനോട് ദേഷ്യപ്പെടുവാണ്. നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കുവാണ്, അതിനാണ് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. അപ്പൊ ഞാൻ ഓർക്കും. അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ പുള്ളിക്കാരി എല്ലാവരോടും വന്ന് സോറി പറയാണ്. ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടതിന് എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി സംശയിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. പലതരം ഭാവമാറ്റങ്ങൾ. അപ്പൊ ഞാൻ അത് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരി മെന്റലി ആകെ ഡിപ്രസ്ഡ് ആണ്, അതിനൊരു കൗൺസിലിംഗ് അത്യാവശ്യമാണ്. അപ്പൊ ഞാൻ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു പോയി അറിയാതെ, നിങ്ങൾ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം. പക്ഷെ ആ പുള്ളിക്കാരി അതെടുത്തത് ഏത് അർത്ഥത്തിലാണെന്ന് അറിയാവോ? ഞാൻ പുള്ളിക്കാരിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ പോലെയാണ് പുള്ളിക്കാരി അതെടുത്തത്. അപ്പൊ പെട്ടെന്ന് പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ഭ്രാന്തല്ല, ആക്ച്വലി ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഭ്രാന്തല്ല. പക്ഷെ അത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു വിവേകം ആ കുട്ടിക്കില്ല. എങ്കിൽ പോലും ഇപ്പോഴും അവര് കൗൺസിലിങ്ങിന് പോയിട്ടില്ല. പക്ഷെ എങ്കിലും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പം ആ പുള്ളിക്കാരിയോട് ഞാൻ സംസാരിക്കാറുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പം, എങ്ങനെയാണ് ഹസ്ബൻഡ്, കുഴപ്പം ഇല്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കറിയാം എന്നെ ചതിച്ചു എന്ന്. കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത്, എന്നെ വലിയ സ്നേഹമാണ്, എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയി എന്നൊക്കെ പറയും. അതിനിടയ്ക്കൂടെ ഒരു ഡയലോഗ് കൂടെ പറയും, ഞാൻ അമ്പലത്തിൽ ഒരു 106 കല പൊങ്കാല ഇടാന്ന് നേർച്ച തന്നിട്ടുണ്ട്, സത്യം ദൈവം വിളിച്ചിട്ടുണ്ട് വരും. അപ്പൊ ഞാൻ ആക്ച്വലി ഓർത്തു, പുള്ളിക്കാരിക്ക് സുഖമായതാണോ സുഖമായെന്ന് അഭിനയിക്കുകയാണോ, എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. ഓക്കെ, ഇങ്ങനെയുള്ള അനുഭവങ്ങളോ കഥാപാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ.